ഒരു പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് ഇട്ട് തീരും വരെ യൂസ് ചെയ്യുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. സെയിം സംഭവമാണ്. ഇപ്പോൾ ഓടിയ സംഭവം എന്ന് പറയുമ്പോൾ 28,000. വെൽക്കം ബാക്ക് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം നമ്മളെ വണ്ടിയിലുള്ള ചെറിയൊരു വർക്കാട്ടോ. അപ്പോൾ ഈ ഒരു വർക്കിൽ എന്ന് പറയുമ്പം ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് ഇട്ട് ആ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് തീരും വരെ യൂസ് ചെയ്യുന്നത്. ഈ ഒരു വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. എന്നാലും നിങ്ങൾക്ക് റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് ഉണ്ടല്ലോ, അത് നമ്മുടെ നോർമൽ സ്പ്ലെൻഡറിൽ ഇതുപോലുള്ള വീലിൽ, അതായത് എൻഡേസറിൻ്റെ റിമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു വീലിൽ എത്രത്തോളം നിങ്ങൾക്ക് ലൈഫ് കിട്ടും എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി സാധിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നമ്മൾ ഇത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ വീഡിയോസിന് നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. എൻ്റെ ബാഗിൽ സാധനം കിടപ്പുണ്ട് കേട്ടോ, അതായത് ചെയിൻ സ്പ്രോക്കറ്റ് കിടപ്പുണ്ട്. അതുപോലെ ഒരു ബുഷ് ഉണ്ട് അവിടെ വരുന്ന ആ ഒരു സംഭവം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഞാൻ നോർമലി ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റുമ്പോഴൊക്കെ മാറ്റണം എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അതും കൂടെ മാറ്റാമെന്ന് കരുതിയത്. ഞാൻ ചെയിൻ സ്പ്രോക്കറ്റ് വാങ്ങിച്ച് വരുവാണ് നമ്മുടെ സവാദിൻ്റെ ഷോപ്പിൽ നിന്ന്. അനീസിൻ്റെ ഷോപ്പിൽ പോയിട്ട് ചേഞ്ച് ചെയ്യുന്നത്. അനീസ് തിരക്കിലാണ്, മിക്കവാറും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. ഞാൻ അവനോട് പറഞ്ഞാണ്, അവൻ പറഞ്ഞ് നാളെ കൊണ്ടുപോകാം. അപ്പോൾ ഞാൻ പറഞ്ഞാണ് എനിക്കാണെങ്കിൽ ഈ വീഡിയോ നാളെ അപ്ലോഡ് ആക്കണമെന്നുണ്ട്. അപ്പോൾ അത് കാരണം വേറെ കണ്ടൻറ്റൊന്നും ഇല്ലാത്ത കാരണം എനിക്കെന്താ പറഞ്ഞാലും ഇന്ന് തന്നെ ചെയ്യണമെന്ന് ഭയങ്കര വാശി. ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അനീസ് അവിടെ ഉണ്ടാകുമ്പോൾ പിന്നെ പുറത്തുനിന്ന് ചെയ്യണ്ടെന്ന് കരുതിയിട്ടാണ് അവനോട് തന്നെ ഇങ്ങനെ നിർബന്ധിച്ചേ. അപ്പോൾ എന്താ പറഞ്ഞാലും നമുക്ക് നേരെ പോയേക്കാം. ഇപ്പോൾ ഞാൻ അനീസിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചേഞ്ച് ചെയ്യാൻ ഓൾമോസ്റ്റ് അറിയാം. പക്ഷേ ഒന്നും കൂടെ കംഫർട്ട് അനീസ് കൂടെ ഉണ്ടാകുമ്പം അതൊരു ഹെൽപ്ഫുൾ ആവും. ഈ ചെയ്യുന്ന പോലെ വീഡിയോ എടുക്കാനും ചെയ്യാനൊന്നും നമുക്ക് പുറത്ത് എവിടെയും പറ്റില്ല കേട്ടോ. അതായത് പുറത്തിപ്പോൾ ഏത് ഷോപ്പിൽ നിന്ന്, ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമൊക്കെ ഫുള്ളി പാണമ്പ്ര ഒരു വർക്ക്ഷോപ്പിൽ നിന്ന് പറഞ്ഞ് വർക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നേ. അവിടെ എന്ന് പറയുമ്പം ഒരു ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ടാവും വീഡിയോ എടുക്കുന്നതിനും സംഭവത്തിനൊക്കെ. പക്ഷേ ഇവിടെ എന്ന് പറയുമ്പം നമ്മുടെ അനീസിൻ്റെ ഷോപ്പല്ലേ, അത്രയേ ഉള്ളൂ. അത്രയ്ക്ക് ഫ്രീഡം ഉണ്ടായ കാരണം എല്ലാ സംഭവം വീഡിയോ എടുക്കാനും എല്ലാത്തിനും ഓക്കെയാണ്. പിന്നെ അനീസ് അത്രയും പറഞ്ഞാണ്, എന്താ പറയുക, അത്രയ്ക്കാവും പറഞ്ഞിട്ടുണ്ട് നാളെ പോര് അതാകുമ്പോൾ അടിപൊളിയാക്കി എടുക്കാം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ വേറെ വീഡിയോ ഇല്ലാത്ത കാരണം വീഡിയോ സെറ്റ് ചെയ്യണ്ടേ. ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ ഇനിയും അത്യാവശ്യം കോഡ് കിട്ടും. പക്ഷേ അവർ ചില സമയങ്ങളിലൊക്കെ ഒരു ബാഡ് സൗണ്ടൊക്കെ ഉണ്ട്. അത് എനിക്ക് ഡിസ്റ്റർബ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോഴൊക്കെ ആ ഒരു സൗണ്ട് ഉണ്ട്, ചില സമയമുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാരണം എനിക്ക് എന്താ പറഞ്ഞാലും ഉടനെ തന്നെ ചേഞ്ച് ചെയ്യണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ മുമ്പ് നമ്മൾ ചെയിൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്തതെന്ന് പറയുമ്പം നമ്മൾ ആ ഒരു കാശ്മീർ ട്രിപ്പ് പോകുന്ന ആ ഒരു സമയത്തായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അപ്പം ആ ഒരു സമയത്ത് ചെയിൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു കിലോമീറ്റർ കാണും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാനത് കൂട്ടാനൊന്നും നിൽക്കുന്നില്ല. ഇപ്പോൾ മാക്സിമം പെട്ടെന്ന് ഇവിടുത്തെ വർക്ക് തീർക്കുവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോൻ്റെ അവസാനം ഞാൻ ആ ഡീറ്റെയിൽസ് സംസാരിക്കുന്നതാണ് വീട്ടിൽ പോയിട്ട്. അപ്പോൾ ഇപ്പോൾ സംസാരിക്കാത്തതെന്ന് പറയുമ്പം ഇവിടെ ഭയങ്കര തിരക്കാണ്, അതുമാത്രമാണ് കാരണം. അപ്പോൾ അതേ അനീസിൻ്റെ ഷോപ്പ് എത്തി. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര തിരക്ക് തന്നെ കേട്ടോ. അത് കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഇടാം വണ്ടി. ഗൈസ് അങ്ങനെ അതെ ഞാൻ അനീസിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഇനി നമ്മുടെ വണ്ടി സ്റ്റാൻഡിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടിയുടെ സ്റ്റാൻഡിൻ്റെ പ്രശ്നം എന്ന് പറയുമ്പോൾ ഇതുപോലെ അവനവിടെ വണ്ടി എന്തോ ചെക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെക്കണം കേട്ടോ. ഇതുപോലെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ ബാക്കിലെ ടയർ ഇറങ്ങില്ല. ഈ ഒരു സൈഡിലെ കേസ് അയക്കണം, അതുപോലെ ഈ ചെയിൻ കവർ അയക്കണം. അതാണ് ആദ്യത്തെ പരിപാടീസ്. എന്നിട്ട് ടയറൊക്കെ അയക്കേണ്ടി വരും കേട്ടോ. അതൊക്കെ ഒന്ന് അയച്ചു തുടങ്ങട്ടെ കേട്ടോ. ഗൈസ് അങ്ങനെ അതെ നമ്മൾ ഏകദേശം ഈ ഒരു പോർഷൻസൊക്കെ അയച്ചു കേട്ടോ. ഫ്രണ്ടിൽ ആ ഒരു സെറ്റപ്പ് അയച്ചു. ഗിയർ ലിവർ, ചെയിൻ കവർ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അയച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി സ്പ്രോക്കറ്റ് ഇതിന് മുമ്പായിട്ട് ചെയിനൊന്ന് അതിൽ നിന്ന് റിമൂവ് ചെയ്തിടണം, ലോക്ക് അയക്കണം. അത് കഴിഞ്ഞിട്ട് 2 സ്പ്രോക്കറ്റ് അയച്ച് അവിടെയൊക്കെ ക്ലീൻ ആക്കണം. അങ്ങനെയുള്ള പരിപാടീസൊക്കെ ഉണ്ട്. അപ്പോൾ ഇനി ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പോൾ എന്താ പറഞ്ഞാലും ഇനി അടുത്ത ഈ ഒരു ഭാഗം ഫുള്ളി അയച്ച് ക്ലീനൊക്കെ ചെയ്ത ശേഷം ഇനി കാണാം കേട്ടോ. അതായത് ഒരു പോർഷനൊക്കെ അയച്ച് ഇനി ഒരു പുതിയൊരു പാക്കറ്റ് നമ്മളെ ബാഗിൽ കിടപ്പുണ്ട്. അപ്പോൾ അത് പൊട്ടിക്കുന്ന സമയത്ത് ഇനി കാണാം. ഗൈസ് അങ്ങനെ അതേ നമ്മൾ ഇവിടെ ഏകദേശം പോർഷൻ ഫുള്ളി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഈ ഒരു പോർഷനും ഫുള്ളി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതുപോലെ ഈ ഒരു പോർഷനും ഫുള്ളി ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ആ ഒരു സംഭവം. അപ്പോൾ അതേ നമ്മുടെ പഴയ ചെയിൻ കിറ്റ് സംഭവമൊക്കെ കൈയൊക്കെ നോക്കിക്കേ എൻ്റെ അമ്മോ. അപ്പോൾ ഇനി പുതിയ സംഭവം സെറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് പൊട്ടിച്ചിട്ടുണ്ട്. സംഭവങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതേ കണ്ടോ, ഇന്നർ സ്പ്രോക്കറ്റാണ് ഇതേ കാണുന്ന സംഭവം. ഇനി ഇത് റിയറിലെ സ്പ്രോക്കറ്റ് നമ്മൾ റോളോണ്ടായിട്ട് യൂസ് ചെയ്യുന്നത്. റോളോണ്ട് നല്ല ലൈഫ് കിട്ടുമെന്ന് അനീസും പറഞ്ഞു. അതുപോലെ യൂസ് ചെയ്തവരൊക്കെ അങ്ങനെയാണ് അഭിപ്രായം. അതുപോലെ റിയറിലെ സ്പ്രോക്കറ്റ്. അപ്പോൾ ഈ ഒരു പാക്കറ്റ് വരുന്നതെന്ന് പറയുമ്പം ഫ്രണ്ടും ബാക്കും സ്പ്രോക്കറ്റാണ്. അപ്പോൾ ഇനി ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിൽ ചെയിനും കാണും കേട്ടോ.
അപ്പോൾ അങ്ങനെയാണ് സെറ്റപ്പ്. അപ്പോൾ ആദ്യം ഞാൻ ഫ്രണ്ടിലെ സ്പ്രോക്കറ്റ് സെറ്റ് ചെയ്യട്ടെ, എന്നിട്ട് റിയറിലെ സ്പ്രോക്കറ്റും സെറ്റ് ചെയ്യണം. എന്നിട്ട് അത് കഴിഞ്ഞ് വെച്ചും ഇനി കാണാം കേട്ടോ. അനീസ് അവിടെ ഭയങ്കര വർക്കിലാണ്. അപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മുടെ വണ്ടീൻ്റെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഗൈസ്. അങ്ങനെ നമ്മൾ ഇന്നർ സ്പ്രോക്കറ്റും അതുപോലെ ബാക്കിലെ സ്പ്രോക്കറ്റും സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയെന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു പുഷ് ചേഞ്ച് ചെയ്യണം, എന്നിട്ട് ടയർ ഇട്ട് കൊടുക്കണം, അതുപോലെ ചെയിൻ ഇട്ട് കൊടുക്കണം. അങ്ങനത്തെ പരിപാടീസൊക്കെയാണ്. ആദ്യം ചെയിൻ ഇട്ട് കൊടുക്കാം കേട്ടോ, എന്നിട്ട് ടയർ സെറ്റ് ചെയ്യാം. ഇതേ ചെയിന്. അപ്പോൾ ഇതാണ് ആ ഒരു പുഷ്, ഈ ഒരു പുഷ് ഈ ഒരു സെയിം സംഭവമാണ്. അപ്പോൾ അത് ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ ചേഞ്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാനിനി ചെയിൻ ഇട്ട് കൊടുക്കാൻ വേണ്ടി പോകട്ടോ ഗൈസ്. അങ്ങനെ നമ്മുടെ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞു കേട്ടോ. എൻ്റെ കൈ മൊത്തം ഗ്രീസായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ കഴുകി എന്തൊക്കെയോ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഓടിയതൊന്ന് നോട്ട് ചെയ്തേക്കാം, കാരണം നമ്മൾ ഇപ്പോൾ കാൽക്കുലേഷൻ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പോൾ ഒന്ന് നോട്ട് ചെയ്തേക്കാം. 28,701 കേട്ടോ. ഞാൻ ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അഥവാ മറക്കുമെന്ന് കരുതിയിട്ടായിരുന്നു ഫോട്ടോ എടുത്ത് വെച്ച്. അപ്പോൾ ഇനി പരിപാടി എന്ന് പറയുമ്പോൾ നേരെ വീട്ടിൽ പോവുകയാണ്. എന്നിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വീഡിയോ ഒക്കെ ചെക്ക് ചെയ്തിട്ട് ഗൈസ് ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് നോക്കട്ടെ കേട്ടോ, അവൻ്റെ അടുത്ത് പോയി നോക്കട്ടെ ഗൈസ്. അങ്ങനെ ആ ശബ്ദം റെഡിയാക്കി കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയിൻ കവർ ഇട്ടതിൻ്റെ പ്രശ്നമാണ്. അതായത് ചെയിൻ കവർ ഞാനായിട്ട്, അപ്പോൾ അത് അതിൻ്റെ ഉള്ളിലൊരു പോർഷൻ ഉണ്ട്. അപ്പോൾ അത് സിങ്കാമിലൊരു ചെറിയ അതിൻ്റെ ഒരു സ്റ്റേ ഉണ്ട്. അപ്പോൾ അവർ പറഞ്ഞിട്ടുള്ളൊരു കമ്പനി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഇടേണ്ടത് ഞാൻ പുറത്തുകൂടെ ഇട്ടു. അതാണ് സംഭവം. അപ്പോൾ അത് ഞാൻ ക്ലിയർ ആക്കിയിട്ടോ. അത് സ്മൂത്തും കിട്ടും, വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് ഗിയർ ഷിഫ്റ്റിങ്ങും എല്ലാം ഒന്ന് ഓക്കെ ആയിട്ടുണ്ട്, ഒന്ന് സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ ഞാനതിൽ ഗ്രീസ്, അതായത് ഓയിൽ സംഭവം ഒന്നും ഇട്ടില്ല. സ്പ്രോക്കറ്റിൽ ഇട്ട് കൊടുത്തു, ചെയിനിൽ ഇട്ടിട്ടൊന്നുമില്ല. കാരണം ചെയിനിൽ ഓൾറെഡി അതുപോലെ ഒരു ഗ്രീസിൽ മുക്കിയെടുത്ത പോലെയാണ് വരുന്ന സാധനം. അപ്പോൾ അതുകൊണ്ട് ഇടാനൊന്നുമില്ല. അപ്പോൾ ഇനി കുറച്ചൊരു 300-400 കിലോമീറ്റർ കൂടുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഓയിൽ അടിച്ച് കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ കിലോമീറ്റർ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ ചെന്നിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ശരിക്കും പറഞ്ഞാൽ ഇതിൽ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. അതായത് ഇത് എനിക്ക് ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ മറന്നു, കണ്ണി കുറയ്ക്കാമായിരുന്നു. അതായത് കണ്ണി കുറച്ചിട്ട് ഇത് പറയുമ്പം ചെയിന് തീർന്ന പ്രശ്നമാണ്. അതായത് ചെയിൻ ഇതിൽ കഴിഞ്ഞ പ്രശ്നമാണ്, സ്പ്രോക്കറ്റ് പോയിട്ടൊന്നുമില്ല. അപ്പോൾ സ്പ്രോക്കറ്റ് പോകാത്ത സ്ഥിതിക്ക് നമുക്ക് കണ്ണി കുറയ്ക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ണി കുറയ്ക്കുകയാണെങ്കിൽ എന്തായാലും 80-100 രൂപ ആ ഒരു റേഞ്ച് ആവും. അപ്പോൾ അതിനെക്കാട്ടിലും ബെറ്റർ ഞാൻ ആലോചിച്ചപ്പം എന്തുകൊണ്ടും എനിക്ക് ആദ്യം അങ്ങനത്തെ കാര്യത്തിൽ താല്പര്യമില്ല കേട്ടോ. അതായത് ഈ ഒരു സംഭവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതാണ് എനിക്കിഷ്ടം. ഇതെന്ന് പറയുമ്പോൾ കണ്ണി കുറച്ചാൽ പിന്നെ കുറച്ച് ഓടുമ്പോൾ കണ്ണി കുറച്ച് ഓടുമ്പോൾ വീണ്ടും ആ പ്രശ്നം വരും. അത് പിന്നെയും കണ്ണി കുറയ്ക്കാൻ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ പിന്നെ ചേഞ്ച് ചെയ്യാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ എന്തായാലും ഇത്രയ്ക്ക് കിട്ടിയില്ല. പിന്നെ സ്പ്ലെൻഡറിനൊക്കെ എന്ന് പറയുമ്പോൾ ചെയിൻ സ്പ്രോക്കറ്റിന് വലിയ റേറ്റൊന്നുമില്ല. 700 സംതിങ് കണ്ടാണ് എനിക്ക് ആ ഒരു ബുഷും ചെയിൻ സ്പ്രോക്കറ്റും കൂടെ പ്രൈസ് ആയത്. അപ്പോൾ അതിന് രണ്ടിനും അത്രയ്ക്ക് പ്രൈസിലുള്ള സ്ഥിതിക്ക് അത് മാറുന്നതാണ് ബെറ്റർ എന്ന് വിചാരിച്ചു. പിന്നെ ഇച്ചിരി ടാസ്കി ആയിട്ടുള്ള പരിപാടി കേട്ടോ. ഇപ്പം അനീസ് ഇന്ന് വരണ്ടെന്ന് പറഞ്ഞ ആളാണ്, പക്ഷേ ഞാൻ ഇന്ന് തന്നെ വേണമെന്ന് നിർബന്ധിച്ച കാരണം ഞാൻ തന്നെ എടുത്തോളാം, പ്രശ്നമൊന്നുമില്ല. ജസ്റ്റ് സീനുള്ള ഭാഗമൊക്കെ കൈ വെച്ചെന്നാൽ മതി എന്ന് പറഞ്ഞപ്പം, അതായത് എന്തെങ്കിലും അറിയാത്ത ഭാഗം ഉണ്ടെങ്കിൽ ജസ്റ്റ് കൈ വെച്ചാൽ മതി. ഓൾമോസ്റ്റ് എല്ലാ സംഭവം എനിക്ക് അറിയാം. ഞാൻ ഇതിൻ്റെ മുന്നത്തെ സ്പ്ലെൻഡറിലൊക്കെ ചെയ്ത് ആ ഒരു പരിചയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഞാനങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്തത്. ഒന്നുമല്ല കേട്ടോ ഇങ്ങനെ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുമ്പം അവൻ്റെ ഷോപ്പിൽ തന്നെ ആ ഒരു ഫ്രീഡത്തിൽ ചെയ്യണം. അതായത് വീഡിയോ എടുക്കുക ഒരു സെറ്റപ്പ്. എന്തായാലും പണി തുടങ്ങി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ കൂട്ടും. കാരണം കയ്യിൽ ഇതുപോലെ ഗ്രീസായി കഴിഞ്ഞാലും ഓടിക്കാനുള്ള മടി ഗൈസ്. അപ്പോൾ ഇത് ഈ ഒരു സംഭവം കേട്ടോ നമ്മൾ യൂസ് ചെയ്ത് പിടിച്ച് ഈ ഒരു സംഭവമാണ് നമ്മൾ യൂസ് ചെയ്ത ഒരു ചെയിൻ കിട്ടി. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുമ്പോൾ എവിടെയാണോ എവിടെയും ഇല്ല 700 റുപ്പീസ് ആട്ടോ ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറയുമ്പോൾ ഞാൻ ആ റബ്ബർ ബുഷും ഈ ഒരു സംഭവം കൂടി 700 സംതിങ്ങിനാണ് വാങ്ങിച്ചത്. നമ്മുടെ സവാദിൻ്റെ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുമ്പോൾ, ഇനി നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ലൈഫ് കണ്ടുപിടിക്കലാണ്. അപ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. ആ ഒരു ട്രിപ്പ് പോകുന്ന സമയത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു വീഡിയോ ഒക്കെ നോക്കി അതിലൊന്നും ഒരു എക്സ്ക്യൂസും ഇല്ല കേട്ടോ. എവിടെയും കാണിക്കുന്നില്ല, എവിടെയും കിലോമീറ്ററിൻ്റെ ആ ഒരു സംഭവം നോക്കുന്നില്ല. പിന്നെ ഫൈനലി ഞാൻ ഡൽഹിയിലെത്തി വണ്ടി ഇറക്കുന്ന ഒരു വീഡിയോ ഒന്നും എനിക്ക് സംഭവം കിട്ടി. അപ്പോൾ അതിൽ നിന്ന് ഏകദേശം ഒരു 500 കിലോമീറ്ററൊക്കെ കുറയാനാണ് ചാൻസ് കേട്ടോ. അതായത് ചെയിൻ സ്പ്രോക്കറ്റ് മാറ്റിയിട്ട് വല്ലാണ്ടൊന്നും ഓടിച്ചിട്ടില്ല കേട്ടോ ആ ഒരു ട്രിപ്പ് പോയ സമയത്ത്. അതും ഡൽഹിയിൽ ഇറങ്ങിയ ഉടനെയുള്ള ആ ഒരു സമയത്ത് തന്നെയാണ് എനിക്ക് ആ ഒരു
റീഡിങ് കിട്ടിയത്. അപ്പോൾ അതിൽ നിന്ന് ഒരു 500 കിലോമീറ്ററൊക്കെ കുറച്ച് കൂട്ടി കഴിഞ്ഞാൽ സംഭവം കിട്ടുന്നതാണ്. അതായത് നോക്കിക്കേ കയ്യിലൊക്കെ ആ ഒരു സംഭവം ചേഞ്ച് ചെയ്തിട്ട് കൈയൊക്കെ കഴുകിയിട്ടും ഈ ഒരു സംഭവം അങ്ങ് പോകുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ ആ ഒരു സംഭവമാണ്. പിന്നെ ഇതിന് കോസ്റ്റ് വന്നതെന്ന് പറയുമ്പോൾ എനിക്ക് വെറും 700 സംതിങ് അങ്ങാണ്ട് ചിലവായിട്ടുള്ളൂ ഈ ഒരു ചെയിൻ സ്പ്രോക്കറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. കാര്യം എന്താ വെച്ചാൽ ഞാൻ തന്നെയാണ് ചേഞ്ച് ചെയ്ത് അത് നമ്മുടെ അനീസിൻ്റെ അടുത്ത് ടൂൾസ് വെച്ചിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് കാരണം ലേബറൊന്നും ആയിട്ടില്ല, ഈ ഒരു സംഭവത്തിൻ്റെ കോസ്റ്റ് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ എന്തായിരുന്നാലും ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. അതായത് ഇപ്പോഴത്തെ വണ്ടിയുടെ ആ ഒരു റീഡിങ്, അതായത് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അനീസിൻ്റെ ഷോപ്പിൽ നിന്ന് ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു മാറ്റുന്ന സമയത്തുള്ള റീഡിങ്, അതും ആ ഒരു ഡൽഹിയിൽ നിന്ന് അന്ന് ആ ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സമയത്തുള്ള റീഡിങ് ഉണ്ടല്ലോ, അത് രണ്ടും ഒന്ന് മൈനസ് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് സംഭവം കിട്ടുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു റീഡിങ്. ഞാൻ കാണിച്ചു തരാം, വീഡിയോ ഒക്കെ കാണിച്ചു തരാം. 10,340 എന്നാണ് ഇതിൽ കാണുന്നത്, അതായത് ഡൽഹിയിലെത്തിയ ഒരു സമയത്ത്. അപ്പോൾ നമുക്കൊരു 10,000 വെച്ച് കൂട്ടാട്ടോ. അപ്പോൾ ഇപ്പോൾ ഓടിയ സംഭവം എന്ന് പറയുമ്പോൾ 28,701 ആട്ടോ. അതാണ് നമ്മൾ ഇന്ന് അനീസിൻ്റെ വീട്ടിൽ നിന്ന് എടുത്ത ഫോട്ടോ. അപ്പോൾ മറ്റേത് ഇതിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ സംഭവം കിട്ടുന്നതാണ്. അപ്പോൾ 28,701 മൈനസ് 10,000 വെച്ച് കൂട്ടാട്ടോ. 10,000 18,700. ഇത് 19ഉം 20ഉം ഒക്കെ ആക്കാൻ വളരെ ഈസി ആട്ടോ. അതായത് ഇത് കുറച്ചും കൂടി ഓടി കഴിഞ്ഞാൽ 19, 20 ഒക്കെ ആവുന്നതാണ്. അതുവരെ ഒരു 20 വരെയൊക്കെ കംഫർട്ടബിളായിട്ട് ഓടുന്നതാണ് എൻ്റെ ഒരു ഗസ് വെച്ചിട്ട്. പക്ഷേ എനിക്ക് ആ ഒരു സൗണ്ട് ഡിസ്റ്റർബായ തോന്നിയ കാരണം, ആ ഒരു സ്റ്റാർട്ടിങ്ങിലുള്ള ഒരു ലൂസായ സൗണ്ട് ഡിസ്റ്റർബായ കാരണം ഞാൻ പെട്ടെന്ന് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ഏകദേശം ഈ ഒരു റോളോൻ്റെ ചെയിൻ കിറ്റ് നമുക്ക് 18,700 സംതിങ് കിട്ടിയിട്ടോ. നമ്മുടെ കണ്ടുപിടിക്കാനുള്ള സംഭവം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ റോളോൻ്റെ ചെയിൻ സ്പ്രോക്കറ്റ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ലൈഫുള്ളൊരു ചെയിൻ സ്പ്രോക്കറ്റാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ടോട്ടലി റോളോ എന്ന ബ്രാൻഡിന് ഒരു വർക്ക്ഷോപ്പിലെല്ലാത്തിലും ഒരു എന്താ പറയുക, എല്ലാവരും സജസ്റ്റ് ചെയ്യും ഈ ഒരു സാധനം. അതെന്തെന്നറിയില്ല, 50 years ഓഫ് കോൺഫിഡൻസ് എന്നൊക്കെയാണ്. അപ്പം എന്തെന്നറിയില്ല. അനീസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു റോളോന് വാങ്ങിക്കൂ, അത് കറക്റ്റായിട്ട് നിൽക്കും. അതായത് ചെയിൻ ടൈറ്റ് ആക്കുന്ന സമയത്തൊക്കെ ഒറിജിനൽ സാധനം, അതായത് ഒറിജിനൽ ഹീറോ ഹോണ്ടയുടെ സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് ഏറ്റക്കുറച്ചിൽ സംഭവമൊക്കെ വരും എന്ന് അവൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനും സജസ്റ്റ് ചെയ്തത് ഈ ഒരു സംഭവമാണ്. അവർ പറഞ്ഞ പോലെ നമ്പർ 1 ചോയ്സ് ആണെന്ന് ഞാൻ പറയുള്ളൂ. അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ചെയിൻ സ്പ്രോക്കറ്റ് സംഭവമൊക്കെ നിങ്ങൾക്കൊക്കെ എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ എന്താ പറഞ്ഞാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് വേണ്ടിയിട്ട് പോവാണ്. ഒരുപാട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലേക്ക് എനേബിൾ ചെയ്ത് ഉള്ളിട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.